നമുക്കിനി തിരുവനന്തപുരത്തേക്ക് പോവാം. അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് ഉണ്ടായി. നമ്മുടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു താരത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. യെസ്, മണിയമ്പിള്ള രാജു അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നൊക്കെയുള്ളതാണ്. മദ്യപിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അതെ, അദ്ദേഹം കാരണം ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്, 2 വർഷമായി മദ്യപിച്ചിട്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ CCTV ദൃശ്യങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഒന്നാമത്തെ തെറ്റെന്ന് പറയുന്നത് ആ 2 യുവാക്കളുടെ കയ്യിലാണ്. കാരണം ഓവർ സ്പീഡായിരുന്നു, ഇങ്ങോട്ട് വന്ന് ഇടിക്കായിരുന്നു. രണ്ടാമത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ തെറ്റ് അത് നമ്മുടെ ചലച്ചിത്ര താരം മണിയൻപിള്ള രാജുവിൻ്റെതാണ്. ശരി, അങ്ങനെ ഒരാൾ ചെയ്തു, തൻ്റെ വാഹനം കാരണം അപകടം ഉണ്ടാക്കി. എന്തുകൊണ്ട് ആ രാത്രി സമയത്ത് ആരും വരാത്ത ആ വഴിയിൽ 2 യുവാക്കളെ ഇടിച്ചു തെറിപ്പിച്ച് അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാക്കിയ ശേഷം എന്തുകൊണ്ട് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല? അതിനുശേഷം രാവിലെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് കാരണം പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം മീൻസ് അതൊരിക്കലും നമുക്ക് അവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആരെങ്കിലും മോശമായിട്ട് ഇദ്ദേഹത്തോട് പെരുമാറുമോ, ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുമോ, അതൊന്നും ദഹിക്കുന്ന ന്യായീകരണങ്ങളല്ല. ആശങ്കകളുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പക്ഷം കൂടെ നമ്മൾ കേൾക്കണം. അദ്ദേഹത്തിന്റെ ഈ പക്ഷം നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ വാഹന അപകടം ഉണ്ടായി കഴിഞ്ഞാൽ 2 പേരെ ആശുപത്രിയിൽ കൊണ്ട് മാനസിക പരിഗണന എന്ന് പറയുന്ന ഒരു സംഭവം ആശങ്കയാലും പേടിയാലും സുഹൃത്തുക്കളെ വിളിച്ചറിയിച്ചതും അതുപോലെ ആംബുലൻസ് ഏർപ്പാടാക്കിയതും ഒക്കെ മണിയമ്പിള്ള രാജുവാണ്. മണിയമ്പിള്ള രാജുവിന്റെ സുഹൃത്തുക്കളെ അറിയിച്ചു. അദ്ദേഹം ഒരു അർബുദ രോഗിയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇതൊന്നും താങ്ങാൻ പറ്റില്ല. കാരണം താൻ കാരണം ഒരു അപകടം സംഭവിച്ചു. അപകടം സംഭവിച്ചു. അപ്പോൾ അത് പെട്ടെന്ന് അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ആഘാതം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ മനുഷ്യരും അങ്ങനെ ചിന്തിച്ചാലേ നമ്മുടെ റോഡുകൾ, നമ്മുടെ നിരത്തുകളിൽ ഇതുപോലെ രക്തം ചൊരിഞ്ഞ് ജീവൻ നഷ്ടമാകുന്ന ഒരുപാട് പേരുണ്ടാകും. അനിൽ നമ്പ്യാർ, നമുക്ക് ഒരിക്കലും അതിനെയൊന്നും ഒരിക്കലും അനിൽ നമ്പ്യാരെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ വെള്ളപൂശുന്നതല്ല. അദ്ദേഹത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു പരിഗണന കൊടുക്കണം, മാനുഷിക പരിഗണന കൊടുക്കണം. മാനുഷിക പരിഗണന അദ്ദേഹം ഇല്ല. പക്ഷെ ഇപ്പൊ നോക്കൂ, ഈ ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ ആ ചെറുപ്പക്കാരുടെ 2 പ്രതിനിധികൾക്കാണ് അപകടം സംഭവിച്ചത്. ആ വേഗത കണ്ടല്ലോ, വേഗതയൊക്കെ കണ്ടു. യെസ്, പക്ഷേ അങ്ങനെയാണ് വരേണ്ടത്. 40 കിലോമീറ്റർ വേഗതയിലേ പോകാൻ പാടുള്ളൂ അവിടെ. ശരി, അത് ബ്രേക്ക് ചെയ്തു. ഒരാളുടെ ജീവൻ നഷ്ടമാകാൻ തരത്തിലുള്ള കുറ്റകൃത്യമൊന്നും അല്ലല്ലോ അത്. അല്ല, സ്പീഡിൽ വരുന്ന എല്ലാവർക്കും ഇതൊരു താക്കീതാണ്. നിങ്ങൾ വണ്ടി ഇടിച്ച് എവിടെയെങ്കിലും കിടന്നാൽ ഇതുപോലെ ആൾക്കാർ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ പോലീസിന് വീഴ്ച സംഭവിച്ചില്ല എന്ന റിപ്പോർട്ട് ക്ലീൻ DCP കൊടുത്തിട്ടുണ്ട് എന്നാണ്. പോലീസിന് ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനാപകട കേസിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. പോലീസ് രാത്രിയിൽ രാജുവിൻ്റെ വീട്ടിൽ എത്തി എന്ന് DCPയുടെ റിപ്പോർട്ട്. അതായത് ഇദ്ദേഹത്തെ രാത്രി തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാകും. ഇത് നേരത്തെ ശ്രീറാം വെങ്കട്ടരാമൻ്റെ കേസിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. വളരെ വൈകിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. അപ്പോൾ അത് പോലീസ് ഒത്തുകളിക്കുകയായിരുന്നു. ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത്. എന്തുകൊണ്ട് നിർത്താതെ പോയി? അതിനുള്ള ഉത്തരം ഇതാണ്. മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നേരെ പോവേണ്ടി വരും. ആ രക്തപരിശോധനയിൽ പൊളിഞ്ഞു വീണ കാഴ്ചയാണല്ലോ. പിന്നെ അതിന് ഉത്തരമില്ല. എല്ലാവരും ചോദിക്കുന്നത് അങ്ങനെ ഒരു ഒത്തുകളി നടന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം പോലീസിനെ വിളിച്ചു എന്നാണ് മണിയമ്പിള്ള രാജു പറഞ്ഞത്. ആ വാദം തെറ്റാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. റിപ്പോർട്ടിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് വിനീഷിനോട് ചോദിക്കാം. യെസ് വിനീഷ്, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. പോലീസിന് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ്. മണിയമ്പിള്ള രാജു പോലീസിനെ വിളിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ടിലുണ്ട്. മറ്റുള്ളടക്കം എന്താണ്? നിലവിൽ ആ ഉള്ളടക്കത്തിൽ പറയുന്നത് ഇത്തരത്തിലാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല. അപകടം ഉണ്ടായ സമയത്ത് പോലീസ് അറിഞ്ഞതിന് ശേഷം ഈ അപകടം നടന്ന കാറിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തേടി പോലീസ് പോയി. ആ കാറിൻ്റെ വിവരങ്ങൾ തേടി പോയപ്പോൾ മണിയമ്പിള്ള രാജുവിലേക്കാണ് വിവരങ്ങൾ എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മണിയമ്പിള്ള രാജുവിൻ്റെ വീട്ടിൽ അന്ന് രാത്രി തന്നെ പോലീസ് എത്തി എന്ന് സംബന്ധിച്ചുള്ള വിവരമാണ് പോലീസ് നൽകുന്നത്. അതേസമയം തന്നെ അന്ന് രാത്രി പോലീസ് ഇത്തരത്തിലുള്ള ഒരു അപകടം കണ്ടെത്തി പോലീസ് മണിയമ്പിള്ള രാജുവിൻ്റെ വീട്ടിൽ പോയ സമയത്ത് എന്തുകൊണ്ട്
മറ്റു ആരോഗ്യ പരിശോധനകൾ നടത്തിയില്ല, മെഡിക്കൽ പരിശോധന നടത്തിയില്ല എന്ന ചോദ്യം പോലീസിന് ഇപ്പോഴും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം മദ്യപിച്ചിരുന്നു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ പരിശോധന നടത്താൻ പറ്റുന്ന സമയത്ത് തന്നെയാണ് പോലീസ് മണിയംപിള്ള രാജുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. ആ വീട്ടിലെത്തുന്ന സമയത്ത് പരിശോധനയ്ക്ക് എന്തുകൊണ്ട് പോലീസ് മുതിർന്നില്ല, വൈദ്യപരിശോധനയ്ക്ക് മുതിർന്നില്ല എന്ന ചോദ്യം ഇപ്പോഴും DCPയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും ബാക്കിയായി നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വാദം, കഴിഞ്ഞ ദിവസം മണിയംപിള്ള രാജുവിൻ്റെ പ്രതികരണം ഇത്തരത്തിലായിരുന്നു. താൻ പോലീസിനെ ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായ സമയത്ത് പോലീസിനെ ഇത്തരത്തിൽ വിവരം അറിയിച്ചിരുന്നു എന്ന വാദം തെറ്റാണെന്നും DCPയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അത്തരത്തിൽ പോലീസിനെ ബന്ധപ്പെടാൻ ഒരു ഇടപാടും മണിയംപിള്ള രാജു നടത്തിയിരുന്നില്ല, അല്ലെങ്കിൽ പോലീസിൽ ഇത്തരത്തിൽ തനിക്കൊരു ആക്സിഡന്റ് പറ്റിയെന്ന വിവരം പോലീസിനെ അറിയിച്ചിരുന്നില്ല എന്ന് സംബന്ധിച്ചുള്ള വിവരം തന്നെയാണ് DCPയുടെ റിപ്പോർട്ടിൽ ഉള്ളത്. എന്തായിരുന്നാലും പോലീസിനെ വെള്ളപൂശുന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും ഒരു പ്രധാന ചോദ്യം പോലീസ് തന്നെ DCP നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. മണിയംപിള്ള രാജുവിൻ്റെ വീട്ടിലെത്തി ഇത്തരത്തിൽ ആക്സിഡൻ്റ് ആയ കാറുമായി സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു റിപ്പോർട്ട് DCP നൽകുമ്പോൾ എന്തുകൊണ്ട് ആ സമയത്ത് മണിയംപിള്ള രാജുവിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയില്ല എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ അശ്വതിയും അനിൽ നമ്പ്യാരും തർക്കിച്ചതിന് സമാനമായ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് പോലീസ് ആ സമയത്ത് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയില്ല, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DCPയുടെ റിപ്പോർട്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഒരു സാധാരണക്കാരൻ നിരത്തുകളിൽ സാധാരണഗതിയിൽ വാഹനമോട്ടിച്ച് പോകുന്ന സമയത്ത് പോലും പോലീസ് ചെക്കിംഗ് നടത്തുമ്പോൾ അയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന പരിശോധന പ്രാഥമികമായി തന്നെ പോലീസ് നടത്തും. ആ പ്രാഥമിക പരിശോധന പോലും മണിയംപിള്ള രാജുവിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായ സമയത്ത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് പോലീസ് പരിശോധിക്കാൻ തയ്യാറായില്ല എന്നതാണ് ഇവിടെ ഉയരുന്ന പ്രധാന ആക്ഷേപം. എന്തായിരുന്നാലും മണിയംപിള്ള രാജു പോലീസിനെ വിളിച്ചിരുന്നു, അന്ന് രാത്രി തന്നെ പോലീസിനെ വിളിച്ചിരുന്നു എന്ന മണിയംപിള്ള രാജുവിൻ്റെ വാദവും തെറ്റ് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അത്തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് DCP നൽകിയിരിക്കുന്നത്. തീർച്ചയായും വിനീഷ്, അതായത് വിനീഷിന്റെ ഓരോ വാക്കുകളും ഞാൻ പറഞ്ഞതിന് അടിവരയിടുന്ന വാക്കുകളാണ്. അതായത് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അതായത് പോലീസിന്റെ ഭാഗത്തും തെറ്റുണ്ട്, മണിയൻപിള്ള രാജുവിന്റെ ഭാഗത്തും തെറ്റുണ്ട്. അങ്ങനെ പറ. അല്ല, അത് ഞാൻ പറയുന്നുണ്ടല്ലോ, അത് ആദ്യം മുതൽ ഞാൻ പറയുന്നുണ്ടല്ലോ. പോലീസിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു കള്ളത്തരം പറയേണ്ടി വരുന്നു? അതായത് പോലീസ് കൃത്യസമയത്ത് പട്രോളിംഗ് നടത്തിയിട്ടില്ല. ആനുകൂല്യം കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ. അത് വിനീഷ് പറഞ്ഞത് കേട്ടോ. അതായത് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ ഇവിടുത്തെ കേരള പോലീസ് ആശുപത്രി കൊണ്ടുപോവില്ലേ? പോലീസിനെ കൊണ്ടുപോകാമായിരുന്നു. പോലീസ് അവിടെ ഇല്ലായിരുന്നേ. അല്ല, പക്ഷെ പോലീസും ഒരു കൺസിഡറേഷൻ കൊടുത്തത് ഇതുകൊണ്ടായിരിക്കാം. അല്ലാതെ മണിയംപിള്ള രാജുവിന് വേണ്ടി ഉന്നതങ്ങളിൽ നിന്നും വിളിച്ചു. ക്യാൻസർ രോഗികൾ അല്ല, നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു പരിഗണന കൊടുക്കേണ്ട സാഹചര്യങ്ങൾ അവിടെയാണ് അനിൽ നമ്പ്യാർ കൊടുക്കേണ്ടത്. ഇതിനെ എങ്ങനെയാണ് ഈ താങ്കൾക്ക് ന്യായീകരിക്കാൻ സാധിക്കുക? അത് ഒരിക്കലും ഒരു നല്ല രീതിയല്ല. ന്യായീകരണമല്ല, ഞാൻ മണിയംപിള്ള രാജുവിന്റെ വക്കാലത്ത് എടുക്കുന്നില്ല. കൺസിഡറേഷൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, മാധ്യമങ്ങളോട് പറയുന്നുണ്ടല്ലോ. ആക്സിഡന്റ് ഉണ്ടാക്കിയ ഒരാൾക്ക് എങ്ങനെയാണ് കൺസിഡറേഷൻ കൊടുക്കുക? കൺസിഡറേഷൻ കൊടുക്കണ്ട.